ഗ്രാഫിറ്റിയുമായി ജർമ്മൻ കലാകാരൻ ജോസ് ജംഗ്ഷനിലെ ഓപ്പൺ എയർ തിയേറ്ററിൽ ആകർഷകമായ ഗ്രാഫിറ്റി ഒരുക്കി പീറ്റർ ക്ലാർക്കിനെ കൊച്ചി മെട്രോയും കോർപ്പറേഷനും അഭിനന്ദിച്ചു. കൊച്ചി മെട്രോയുടെ ട്രെയിൻ, അതിനൊപ്പം പീറ്റർ അംഗമായ ഡിസൈൻ കളക്റ്റീവിന്റെ ചിഹ്നവും. കലാവൈഭവത്തിന്റെ സുന്ദര രൂപം അങ്ങനെ ഭിത്തിയിൽ നിറഞ്ഞു. ലോകമെമ്പാടും സഞ്ചരിച്ച് ഗ്രാഫിറ്റി ഒരുക്കുന്ന ജർമ്മൻ കലാകാരനാണ് പീറ്റർ ക്ലാർക്ക്. തൻ്റെ കലയുടെ പ്രചാരണത്തിനായി കൊച്ചിയിലെത്തിയപ്പോഴാണ് KMRലുമായി അദ്ദേഹം സഹകരിച്ചത്. 6 ദിവസം കൊണ്ടാണ് പീറ്റർ ഗ്രാഫിറ്റി ഒരുക്കിയത്. ജർമ്മനിയിൽ കിച്ചൺ മാനേജറായി ജോലി ചെയ്യുന്ന പീറ്റർ അവിടെ ശീതകാലമാകുമ്പോഴാണ് തൻ്റെ കലയുടെ പ്രചരണാർത്ഥം വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. കൊച്ചി മെട്രോ ഇഷ്ടപ്പെട്ടുവെന്നും തിരികെ പോകുന്നതിന് മുൻപായി വാട്ടർ മെട്രോ ടെർമിനലിലും ഗ്രാഫിറ്റി ഒരുക്കാൻ ശ്രമിക്കുമെന്നും പീറ്റർ. They want to make the city a little bit more colorful, not only the gray stuff, so that it's like just come a little bit more colors to this stuff. And I'm very thankful also from the metro. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഇത്രയും മനോഹരമായ ഗ്രാഫിറ്റി തീർത്ത പീറ്റർ ക്ലാറിനെ മെട്രോയും കോർപ്പറേഷനും അഭിനന്ദിച്ചു. കൊച്ചി ഡിസൈൻ വീക്കിൻ്റെ ഭാഗമായി കളർ കൊച്ചി ക്യാമ്പയിൻ ആയിട്ട് കൊച്ചി മെട്രോ KMRL അസോസിയേറ്റ് ചെയ്യുകയുണ്ടായത്. കൊച്ചി ഡിസൈൻ വീക്ക് പീറ്റർ ക്ലാർ എന്ന ജർമ്മൻ ട്രാവലിംഗ് ഗ്രാഫിറ്റി ആർട്ടിസ്റ്റിൻ്റെ പേര് കൊച്ചി മെട്രോയോട് പറയുകയും അദ്ദേഹത്തിന് ജോസ് ജംഗ്ഷനിൽ ഞങ്ങളുടെ പ്ലേസ് മേക്കിംഗ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമാവാനും ഉള്ള അവസരം ഞങ്ങൾ നൽകുകയുണ്ടായി. പൊതുജനങ്ങൾക്ക് ഒത്തുകൂടുവാനും പരിപാടികൾ സംഘടിപ്പിക്കുവാനും കൊച്ചി മെട്രോ ഒരുക്കിയ ഓപ്പൺ എയർ തിയേറ്റർ പീറ്ററിന്റെ കലാപ്രകടനത്തിൽ കൂടുതൽ തിളങ്ങി. കൊച്ചിയിലെ വിവിധയിടങ്ങൾ നിറമുള്ളതാക്കാൻ ഒരുങ്ങുന്ന ഇദ്ദേഹത്തിന്റെ യാത്ര ഇനി നേപ്പാളിലേക്കാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.